ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മാരുതിയിൽ വീണ്ടും ഓഫറുകൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ മെയ് മാസത്തിൽ നിങ്ങൾ ഈ കാണുന്ന 3 വാഹനങ്ങൾക്കും 45,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 25,000 രൂപ, എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 15,000 രൂപ, കോർപ്പറേറ്റ് ഓഫറായിട്ട് 5,000 രൂപ, അങ്ങനെ മൊത്തം 45,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 വാഹനങ്ങൾക്കുമാണ് അറീനയുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത്. പിന്നെ നമ്മുടെ സ്വിഫ്റ്റിന് 20,000 രൂപയുടെ ഓഫറും നമ്മുടെ എക്സ്പ്രസോയ്ക്ക് 25,000 രൂപയുടെ ഓഫറും വരുന്നുണ്ട്. സെലോറിയോയ്ക്കും സിമിലർ തന്നെ 20,000 രൂപയുടെ ഓഫറാണ് വരുന്നത്. അത് 10,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്ന ഈ 3 വാഹനങ്ങളുടെ ഓരോ വേരിയന്റുകളിലും ഓഫറുകൾക്ക് ശേഷം എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ വാഗണാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ മാസം നമ്മൾ വാഗണാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. വാഗണാറിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാം ഉൾപ്പെടുത്തി. ആ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. പലരും അതിന് കമൻറ്റ് ചെയ്തിരുന്നു. അവരിപ്പോഴും കൺസിഡർ ചെയ്യുന്ന 8 ലക്ഷം രൂപ താഴെ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ നമ്മുടെ വാഗണാർ തന്നെയാണ് എന്ന്. അപ്പോൾ വാഗണാറിന് ഇപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാളും കുറച്ചും കൂടിയും ഓഫറാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 15,000 രൂപ കൂടുതൽ ഓഫർ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ കാണുന്നത് വാഗണാറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയൻ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻ്റ് ആയിട്ടുള്ള VXi വേരിയൻ്റ് ആണ്. ബെസ്റ്റ് വേരിയൻ്റ് നമ്മൾ അന്നും പറഞ്ഞിരുന്നു നമ്മളുടെ 1.2 പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന ZXi അല്ലെങ്കിൽ ZXi പ്ലസ് ആണെന്ന്. പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക് വേണമെന്ന 1 ലിറ്റർ എഞ്ചിൻ മതി എന്ന് കൺസിഡർ ചെയ്യുന്ന പലരും ഇപ്പോഴും VXi വേരിയൻ്റ് എടുക്കാറുണ്ട്. നമുക്ക് പ്രൈസ് നോക്കുമ്പോൾ LXi എന്ന് തന്നെ നോക്കാം. LXi ബേസ് വേരിയൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് 5,45,000 രൂപയ്ക്ക് ഓഫറുകളെല്ലാം എലിജിബിൾ ആവുകയാണെങ്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പറയുന്ന ഓഫറിൽ എക്സ്ചേഞ്ച് ബോണസും ഉൾപ്പെടുത്തിയിട്ടില്ല. എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ പറയുന്ന പ്രൈസിൽ നിന്ന് എക്സ്ചേഞ്ച് ബോണസും കൂടിയും കുറവ് ലഭിക്കും. VXi വേരിയൻ്റ് ആണെങ്കിൽ 6,20,000 രൂപ. VXi ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 6,70,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ ZXi വേരിയൻ്റ് ആണ് വരുന്നത്. ZXi മാനുവൽ 6,70,000 രൂപയും ZXi ഓട്ടോമാറ്റിക് 7,25,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ZXi പ്ലസ് ടോപ്പ് എൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂവിൽ കാണിച്ച വാഹനം 7,25,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 7,75,000 രൂപ. അന്ന് വന്ന പ്രൈസ് 7,95 എങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ആ ഒരു പ്രൈസ് കൂടി കുറഞ്ഞ് 7,75 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എക്സ്ചേഞ്ചും കൂടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു 7,60 ഇതിൻ്റെ 1.2 ടോപ്പ് എൻഡ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു പ്രൈസിന് അത് വെർത്ത് തന്നെയാണ്, ഒന്നും ചിന്തിക്കാനില്ല. പിന്നെ VXi വേരിയൻറ്റും ZXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കലി വലിയ മാറ്റങ്ങളൊന്നുമില്ല. വാഹനത്തിന് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആകെ വരുന്ന ഡിഫറൻസ് ഒരു ഫോഗ് ലാമ്പ് വന്നു, മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് മാറി ഫെൻഡേഴ്സിലേക്ക് ആയി എന്നുള്ളതാണ്. ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് പോലെയുള്ള സംഭവങ്ങൾ ഒഴിവായിട്ടുണ്ട്. മറ്റെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പം നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വേണം, പ്രാക്ടിക്കലായിട്ടുള്ളൊരു വാഹനം വേണം, അതിൻ്റെ ബഡ്ജറ്റ് 6,70,000 അല്ലെങ്കിൽ മാനുവൽ ഒരു 6,20 നിൽക്കണമെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ഇത് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്രസയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ബ്രസയ്ക്ക് ഓഫർ വന്നിരിക്കുന്നത്. ബ്രസയ്ക്കും ഏകദേശം സെയിം ഓഫർ 45,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. 25,000 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ, അങ്ങനെ 45,000 രൂപ വരെ ഓഫറാണ്. നമ്മൾ പറയുന്ന പ്രൈസിൽ എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ വാഹനം എക്സ്ചേഞ്ച് ഇല്ലാത്തവർക്കും ലഭിക്കുന്ന പ്രൈസാണ് പറയുന്നത്. ഇപ്പോൾ ബേസ് LXi വേരിയൻറ്റ് 9,40 ഓൺ റോഡ് ഇറക്കാം. LXi വേരിയൻറ്റിൻ്റെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾ 8,000 രൂപയും കൂടി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഓഫർ ഇല്ലാണ്ട് 9,55 വരും പ്രൈസ്. ആ പ്രൈസിന് 8,000 രൂപയോളം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ 50,000 രൂപ വെർത്തായിട്ടുള്ള അർബാനോ കിറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് LXi വേരിയൻറ്റിൽ ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ആക്സസറീസും അതിനകത്ത് വരുന്നുണ്ട്. VXiയിലേക്ക് പോയി കഴിഞ്ഞാൽ 10,55,000 രൂപയാണ്. അപ്പോൾ VXiയിൽ 10,55,000 പ്ലസ് ഒരു 15,000 കൂടിയും കൊടുക്കുകയാണെങ്കിൽ 25,000 രൂപയുടെ അർബാനോ കിറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഐദർ അർബാനോ കിറ്റ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വാഹനം ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ ഓഫറുകൾക്ക് ശേഷമുള്ള പ്രൈസാണ് 10,85. VXiയിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 12,40,000 രൂപ. നിങ്ങൾ ഈ കാണുന്നത് ZXi വേരിയൻ്റ് ആണ്. ZXi മാനുവലിന് 12,20, ZXi ഓട്ടോമാറ്റിക് 13,80 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് മാനുവലും തമ്മിൽ ഏകദേശം ഒരു 1,60 പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. പിന്നെ ZXi പ്ലസ് ടോപ്പ് എൻഡ് 13,50, ZXi പ്ലസ് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് 15,05,000 രൂപ. ഒന്നുകൂടി മസിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒരു 15 കിട്ടിയേക്കാം. അപ്പോൾ ആ 15 ലക്ഷം രൂപയ്ക്ക് ആ വാഹനം കിട്ടുകയാണെങ്കിൽ വെർത്തായിട്ടുള്ളൊരു കാറാണ്. ആ 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഈ സെഗ്മെൻറ്റിൽ ഏത് വാഹനം നോക്കുന്നുണ്ടെങ്കിലും ബ്രസയുടെ ആ ടോപ്പ് എൻഡും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻ്റ് എന്ന് പറയാം.
അടുത്ത വാഹനം കിടക്കുന്നത് നമ്മളുടെ ഓൾട്ടോ K10 ആണ്. K10ന് അത്യാവശ്യം ഓഫറുകൾ കൊടുത്തിരുന്നു. 10,000 രൂപ വരെയൊക്കെയാണ് ഓഫർ വന്നിരുന്നത്. ഈ ഒരു മാസമാണ് മൊത്തം 40,000 രൂപ വരെ ഓഫർ ലഭിക്കുന്നത്. സെയിം ഓഫർ തന്നെയാണ്. 25,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട്, 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ. ഇപ്പോൾ ബേസ് LXI വേരിയൻറ്റ് നിങ്ങൾക്ക് 4,35,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് മാരുതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു കാർ, അതാണ് LXI വേരിയൻറ്റ്. ഇനി VXIയിലേക്ക് പോയി കഴിഞ്ഞാൽ 4,90. അത്യാവശ്യം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യുന്ന ഒരു വേരിയൻറ്റ് 4,90 എടുക്കാം. VXI ഓട്ടോമാറ്റിക് 5,40. അതായത് മാരുതിയിൽ നിന്ന് ഒരു പുത്തൻ കാറ്, അതും AMT ഓട്ടോമാറ്റിക്, അത്യാവശ്യം മൈലേജ് തരുന്ന ഒരു വാഹനം വേണമെങ്കിൽ, സിറ്റി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാർ, വീട്ടിലെ സെക്കൻഡ് വാഹനമായിട്ടും യൂസ് ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു കാർ നിങ്ങൾക്ക് 5,40 ഓൺ റോഡ് ഇറക്കാം. കാരണം ഒരു സിറ്റി യൂസിനും വീട്ടിലെല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാനുള്ള വാഹനം പലരും കൺസിഡർ ചെയ്യുക ഓട്ടോമാറ്റിക് ആയിരിക്കും. അതുകൊണ്ടാണ് VXI ഓട്ടോമാറ്റിക് അതിന് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞത്. 5,40 ഇനി ടോപ്പ് എൻഡ് ആയിട്ട് വരുന്നത് VXI പ്ലസ് ആണ്. അത് നിങ്ങൾക്ക് 5,45 മാനുവലും ഓട്ടോമാറ്റിക് 6,10,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ഇതിനേക്കാളും വില കുറവായിരുന്നു നമ്മളുടെ എക്സ്പ്രസോയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഈ ഓഫർ വന്നപ്പോൾ ഇതിലും എക്സ്പ്രസോനേക്കാളും വില കുറച്ച് നമുക്ക് ഓൾട്ടോ K10 വാങ്ങാനായിട്ട് പറ്റും. ഓൾട്ടോ K10 എക്സ്പ്രസോയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അകത്തിരുന്നാലും പുറത്തുനിന്ന് ആണെങ്കിലും ഒരു ഡിസൈനിൽ മാത്രമേ മാറ്റുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എക്സ്പ്രസോനേക്കാളും പൊടിക്ക് മൈലേജ് കൂടുതൽ നമുക്ക് ഈ ഓൾട്ടോ K10 എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളുടെ സെലേറിയോയ്ക്ക് 20,000 രൂപയുടെ ഓഫറും, സ്വിഫ്റ്റിനും ഏകദേശം 20,000 രൂപയുടെ ഓഫറും, പിന്നെ നമ്മളുടെ എക്സ്പ്രസോയ്ക്കും 20,000 രൂപയുടെ ഓഫറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ എർട്ടിഗയ്ക്കൊന്നും ആസ് യൂഷ്വൽ ഓഫർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ നെക്സ വാഹനങ്ങൾക്ക് പറയത്തക്ക ഓഫർ കാര്യങ്ങളൊന്നും മാരുതി ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ബ്രസയുടെ ഫേസ് ലിഫ്റ്റൊക്കെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്യും എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. ബ്രസയ്ക്ക് ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്, ഫ്രോങ്സിന് വരാൻ സാധ്യതയുണ്ട്, ബലേനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. സ്പൈ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. മേജറായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ബ്രസയുടെ അപ്ഡേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോഗ് ലൈറ്റും അണ്ടർ ബോഡി CNG പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.